Hello guys, welcome back to my channel Bake with Anshu. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള റൈസ് റെസിപ്പിയുമായിട്ടാണ്. അതാണ് കിച്ചടി ചോറ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം 1 കപ്പ് ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക. കുതിർത്തതിന് ശേഷം അല്പം ഉപ്പും വെള്ളവും ഒഴിച്ച് 3/4 വേവാക്കിയെടുക്കുക. അത് അധികം വേവാൻ പാടില്ല. ചെറുപയർ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിനു വേണ്ട റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇനി ഇതിലേക്ക് അല്പം ഏലക്ക, ഗ്രാമ്പു, പട്ട എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് അല്പം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. ഇനി ഇതിലോട്ട് ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ അല്പം നെയ്യിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കപ്പ് ചെറുപയർ പരിപ്പാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് 2 കപ്പ് അരിയും, അതുകൊണ്ട് തന്നെ ഞാനിവിടെ 4 കപ്പ് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഇത് നന്നായി ഇളക്കുക. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് അടച്ചു വെച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് അരി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ബിരിയാണി അരിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഇട്ട് കൊടുക്കുക.
ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി, മല്ലിച്ചപ്പ്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇപ്പൊ നമ്മുടെ കിച്ചടി ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിനോടൊപ്പം ചിക്കൻ ഗ്രേവി കൂടെ ഉണ്ടെങ്കിൽ ഉഷാറായി. അപ്പൊ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനാബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.